കേരളത്തിലെ പോലുള്ള സ്ഥലങ്ങളിലും ഈ പറയുന്ന പല പല ഘടകങ്ങൾ പല ഇക്വേഷനിലും കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് സംഘടന എന്ന് പറയുന്ന സംവിധാനം ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് സംഘടന ഇല്ല? ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം, പ്രത്യേകിച്ച് നമ്മുടെ രാജീവ് ഗാന്ധിയും കൂടെ പോയതിന് ശേഷം, രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മയും, അദ്ദേഹം വളരെ ചെറുപ്പമാണ്, ആ ചെറുപ്പക്കാരൻ്റെ കഥകളുമെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് നേതാക്കൾ പല ഘട്ടങ്ങളിൽ ഇല്ലാതായിട്ടുണ്ട്. മുമ്പും ഇല്ലാതായി. നെഹ്റുവിൻ്റെ കാലത്ത് കഴിഞ്ഞ് ഏകദേശം ഇന്ദിരാഗാന്ധിയുടെ കാലം അവസാനിക്കുന്ന സമയം തൊട്ട് കോൺഗ്രസിൽ വളർന്നു വന്ന എല്ലാ നേതാക്കളെയും വെട്ടിയിട്ടുണ്ട്. ശരത് പവാർ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനെ പോലെ ബോംബെയുടെ വലിയ ദാദ ആയിട്ട് വളർന്നു വന്നതാണ് ശരത് പവാർ. അദ്ദേഹം പിന്നെ ക്ഷയിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്നു ശരത് പവാർ. പ്രണാബ് മുഖർജി, ബംഗാളിൻ്റെ കടുവ സിംഹം എന്നൊക്കെ പറഞ്ഞ പ്രണാബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കണമായിരുന്നു. ഒരു കാരണവശാലും നരസിംഹറാവുവിനെ പോലുള്ള ആളുകളെ ഒന്നുമല്ല ആക്കേണ്ടിയിരുന്നത്. പ്രണാബ് മുഖർജി അങ്ങനെയുള്ള നേതാക്കൾ